എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടമായോ? ഓ അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി. അവന് മുഖത്തേക്കൊന്ന് നോക്ക്. എല്ലാ പല്ലും കൂടെ കാണിച്ച് ചിരിക്കുന്ന കണ്ടില്ലേ? അവന് വലിയ ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല സ്ഥലം. നമുക്ക് ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ ചേച്ചി. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. എന്തൊരു ഭംഗി ഇവിടെ കാണാന്. ആഹാ, അപ്പൊ നിനക്ക് ഇഷ്ടമായല്ലേ? പക്ഷെ ഇവിടെ കുറെ നേരം ഇരുന്നാലേ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും. അതെന്തിനാ അമ്മ അടിക്കുന്നേ? അതുണ്ടല്ലോ അപ്പുക്കുട്ടാ, ഇവിടെ ഒരുപാട് സമയം ഇരുന്നാലേ മഴക്കാലം ആയതുകൊണ്ട് നല്ല തണുപ്പടിക്കും, ജലദോഷം പനിയും പിടിക്കും. അതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അമ്മ ഓടി വരും നമ്മൾ ഇവിടെ എണീപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്. എനിക്ക് ഇവിടുന്ന് പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ മതി, ഇവിടുന്ന് ഉറങ്ങിയാൽ മതി. അത് കൊള്ളാലോ. അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ലേ ഇവിടെ? ഓ, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. വീട്ടിൽ എന്നും വെള്ളമായിരുന്നെങ്കിലേ നമുക്ക് എന്നും ഇവിടെ തന്നെ താമസിക്കായിരുന്നു. എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാ ഇവിടെ. പോരാത്തതിന് അമ്മമ്മേന്റെ വക നല്ല ഭക്ഷണം കിട്ടും. അമ്മേന്റെ ചീത്തയൊക്കെ കുറയുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതേ സ്കൂളിൽ പോവുകയും ചെയ്യാം. ആ, അതാ ഞാനും ആലോചിച്ച ചേച്ചി. പക്ഷെ സ്കൂളിൽ പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അച്ഛനും അമ്മ കേൾക്കണ്ട, ഇപ്പൊ തന്നെ നിന്നെ സ്കൂളിൽ കൊണ്ടുവിടും. എന്താ 3 പേരും കൂടെ ഇവിടെ പരിപാടി? അമ്മേ, ദേ ഈ അപ്പുക്കുട്ടൻ പറയണേ അവന് ഇവിടെ ഒത്തിരി ഇഷ്ടമായിന്ന്. അവൻ ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാ പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായി പോലെ ഇവിടെ. അതെ അമ്മ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പുക്കുട്ടനുള്ള ഫുഡൊക്കെ ഇവിടെ തന്നാൽ മതി. അപ്പുക്കുട്ടൻ ഇവിടെ കഴിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം. അമ്മ എന്നാ ഇവിടെ കിടന്നാൽ മതി. അമ്മ അപ്പുക്കുട്ടന് കെട്ടിപ്പിടിച്ച് ഉറങ്ങാം. എന്നാ അമ്മേ, ഞാനിവിടെ കിടക്കട്ടെ. അമ്മേന്റെ അപ്പുക്കുട്ടന്റെ നടുക്ക് വേണ്ട, ഞാനും അമ്മേന്റെ അടുത്ത് കിടക്കാം. എന്നാ ഞാനുണ്ട്. നമുക്ക് ഇന്ന് ഇവിടെ കിടന്നാലോ അമ്മേ? നല്ല രസമായിരിക്കും. അത് ശരി, അത്രയ്ക്ക് രസമൊന്നും ഉണ്ടാവില്ല. രാത്രി ആയാലേ നമ്മുടെ വീട്ടിലുള്ള പോലെ അല്ല ഇവിടെ തണുപ്പ്. നല്ല തണുപ്പായിരിക്കും, തണുത്ത് വിറച്ചു പോകും. പോരാത്തതിന് പുറത്ത് പെയ്യുന്ന മഴേന്റെ പാറലെല്ലാം ഇങ്ങോട്ട് വരും. രാവിലെ ആകുമ്പോഴത്തേക്ക് ജലദോഷവും പനിയും തുമ്മലും ഒക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. റൂമിൽ നല്ല ജനലുണ്ടല്ലോ, ജനലിലൂടെ നോക്കിയാൽ ഇതുപോലെ നല്ല കാഴ്ചകളും മഴയൊക്കെ നിങ്ങൾക്ക് കാണാം അവിടുന്ന്. അതുകൊണ്ട് എല്ലാവരും റൂമിൽ കിടന്നാൽ മതി. ബാൽക്കണി കിടക്കാൻ ആരും വിചാരിക്കണ്ട. കേട്ടോ അപ്പുക്കുട്ടാ? അപ്പുക്കുട്ടനെ ഇവിടെ കിടന്നാൽ മതി അമ്മ. അയ്യോടാ, നീ എന്തിനൊക്കെ അറിയുന്നേ അതിനെ? ഓട്ടെ, എനിക്ക് അറിയില്ല അപ്പുക്കുട്ടാ, നമുക്ക് വഴി ഉണ്ടാക്കാം. അവന് ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമായമേ, അതുകൊണ്ട് അവൻ അറിയുന്നേ. ശരാ പോട്ടെ, എനിക്ക് അറിയില്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കിടക്കും. അപ്പുക്കുട്ടൻ ഇവിടുത്തെ ബെഡ്റൂം കണ്ടിട്ടില്ലല്ലോ? അത് കണ്ടു കഴിഞ്ഞാലേ ഇതിനേക്കാൾ ഇഷ്ടാവും. അപ്പൊ അപ്പുക്കുട്ടൻ പറയും എനിക്ക് ബാൽക്കണി കിടക്കണ്ട, ആ ബെഡ്റൂമിൽ കിടന്നാ മതിയെന്ന്. ഇതിനും ഭംഗിയുള്ളതാ, പിന്നെ ഒത്തിരി ഭംഗിയുള്ളതാ. അല്ല അമ്മ, അച്ഛൻ അവിടെ പോയി? അച്ഛൻ ഈ ഭക്ഷണം കഴിച്ച് ഞാൻ കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇന്നലത്തെ ഉറക്കം ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല അമ്മേ, മണിക്കുട്ടി അമ്മ എന്താ നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരാതിരുന്നേ? ബിന്ദുവിന്റെ വീടും ഇവിടെ അടുത്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് അവരങ്ങോട്ട് പോയിരിക്കുക. എന്നാലും ഒരു ദിവസം കൂടി വരാന്ന് പറഞ്ഞേ നമ്മുടെ കൂടെ നിൽക്കാന്. മണിക്കുട്ടിയുടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു ദിവസം ബിന്ദുവിന്റെ വീട്ടിലും പോകണോ അല്ലേ ചേച്ചി? ആ, നമുക്ക് ഒരു ദിവസം പോവാം. അവര് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. എന്താ എല്ലാരും കൂടെ ബാൽക്കണിയില്? ആ, അപ്പുക്കുട്ടനെ ഈ അമ്മൂമ്മേനെ മനസ്സിലായോ? മനസ്സിലായി. അമ്മ ഇവനെ ആദ്യമായിട്ട് കാണല്ലേ? അതെ അതെ, ഇവരെ പോലെ തന്നെ ഇരിക്കുന്നു കാണാന്. ഇവിടെ വന്നേ അപ്പുക്കുട്ട, അമ്മമ്മ ഒന്ന് എടുത്തു നോക്കട്ടെ. അമ്മമ്മ ഇതുവരെ എടുത്തില്ലല്ലോ കുഞ്ഞിനെ. അമ്മമ്മക്ക് എന്നെ ഇഷ്ടായോ? പിന്നെ അപ്പുക്കുട്ടനെ ആർക്കാ ഇഷ്ടമാവാത്തേ? എന്നിട്ട് എന്താ അച്ഛമ്മക്ക് എന്നെ ഇഷ്ടമില്ലാത്തേ? അച്ഛമ്മക്ക് ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞേ? അച്ഛമ്മ എന്ന് പറഞ്ഞല്ലോ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന്. എന്നെ ഇഷ്ടമല്ല, എന്നെ എപ്പോഴും എന്തേലും കാണിക്കല്ലോ. എന്താ സുലുമോൻ ഇങ്ങനെ പറയുന്നേ? അവൻ പറയുന്നത് സത്യമേ. ഏട്ടന്റെ അമ്മയ്ക്ക് ഇവനെ ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, മോൻ വിഷമിക്കണ്ട. അതിനെന്താ, അച്ഛമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്താ? അമ്മമ്മയ്ക്കും ചേച്ചിമാർക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇഷ്ടമാണല്ലോ കുഞ്ഞിനെ. പിന്നെന്താ? ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. അമ്മമ്മേന്റെ കുട്ടി ഒന്ന് ചിരിച്ചേ. പിന്നെണ്ടല്ലോ അമ്മമ്മ, അച്ഛമ്മയ്ക്ക് ഇവനെ മാത്രല്ല എന്നെ ചേച്ചീനെ കൂടെ ഇഷ്ടമല്ല. അവര് പണ്ടേ അങ്ങനെയാ. അതൊന്നും മക്കളെ കാര്യാക്കണ്ട കേട്ടോ. അപ്പുക്കുട്ടൻ എന്തേ ചേച്ചിന്റെ അടുത്ത് ഇരുന്നോ, എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോട്ടോ. അമ്മമ്മ പോയിട്ടേ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം. ഇരുന്നോ കേട്ടോ. ഓ, മഴയാണെങ്കിൽ കൂടുകയാണല്ലോ പിള്ളേരെ. അമ്മേ, അമ്മമ്മയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ, ഞങ്ങൾ ഒത്തിരി ഇഷ്ടമാണല്ലോ. പിന്നെ അച്ഛമ്മയ്ക്ക് മാത്രം എന്താ അമ്മേ ഞങ്ങളെ ഇഷ്ടമല്ലാത്ത? അതോ, നിങ്ങളുടെ അച്ഛമ്മയ്ക്ക് മിലിമോളെ വലിയ ഇഷ്ടല്ലേ? അച്ഛമ്മേന്റെ മോളായതുകൊണ്ട്. നിങ്ങളെ അച്ഛമ്മേന്റെ മോന്റെ മക്കളല്ലേ, അതുകൊണ്ടായിരിക്കും ഇച്ചിരി ഇഷ്ടക്കുറവ്. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പേ അച്ഛമ്മയ്ക്ക് എല്ലാം മനസ്സിലായിക്കോളും. അപ്പൊ നിങ്ങളെ ഇഷ്ടാവും. ഓ, അതിന് ഞങ്ങൾക്ക് അച്ഛമ്മേന്റെ സ്നേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛമ്മയ്ക്ക് മിലിമോളെല്ലാം ഇഷ്ടം. മിലിമോളെ കെട്ടിപ്പിടിച്ചാടി ഇരുന്നോട്ടെ. ഇപ്പൊ ചിലപ്പോ ഉരുളിയിൽ ഒഴുകി ചിലപ്പോ അമേരിക്ക വരെ എത്തിക്കാം. എന്താ മോളത് ഇങ്ങനെയൊന്നും പറയല്ലേ, കുരുത്തക്കേട് പറ്റും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അച്ഛമ്മയാണത്. പിന്നെ അച്ഛമ്മ കൊച്ചമ്മയാണത്. കൊച്ചമ്മ, മന്ത്രി കൊച്ചമ്മ. അത് ശരി, നല്ല കുറുക്കം വിളിയാണല്ലേ. ഇത് ഞാൻ ഒരു കാര്യം, എവിടെ പോയാലും വേണ്ടിയില്ല, കട്ടിലും കിടക്കും കിട്ടിയാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. വേറെ ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയില്ല. ഏട്ടാ ഏട്ടാ. എന്താ സുലു, നല്ല ഉറക്കത്തിലേനി ഞാൻ. നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. ശരി, ചായ അടിക്കാൻ വിളിക്കാൻ വന്ന് എന്നെ വേണം പറയാൻ. ഓ, ചായ ഒന്നും എനിക്ക് വേണ്ടിയില്ലേനി. നല്ല സുഖത്തിൽ ഉറങ്ങിയായിരുന്നു. ഓ എന്റെ സുലു, എന്തൊരു സുഖം അവിടെ കിടന്നുറങ്ങാന്ന് അറിയാം നിനക്ക്. ഇപ്പെങ്കിലും ഞാൻ മനസ്സിലായല്ലോ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയല്ലേ നമുക്ക് എന്റെ വീട്ടിൽ പോയി 2 ദിവസം നിക്കാന്ന്. അപ്പൊ എന്തൊരു ഡിമാൻഡ് ഇനി. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ വെള്ളം കയറി അവിടെ നിക്കാൻ വയ്യാത്തൊരു അവസ്ഥ വന്നോണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോന്നേ.
അത് പിന്നെ അവിടെ പണിയും ഓരോ തിരക്കുണ്ടാവുമ്പോ വരാൻ കഴിയില്ലെന്ന് വിചാരിച്ച് ഇവിടെ വരാനൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യം എന്നോട് പറയാറില്ല സുലു. പിന്നെ നമുക്ക് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിച്ചാലോ ഏട്ടാ? എന്താ സുലു എന്തായി പറയുന്നത്? അല്ല, നമ്മളെ വീട്ടില് ഇപ്പൊ പുതിയ അവകാശക്കാർക്കൊക്കെ വന്നാണല്ലോ. നിങ്ങളെ പെങ്ങൾക്കും അമ്മയ്ക്കും ഒക്കെ ഭാഗം കൊടുക്കണം അറിഞ്ഞില്ലേ? അതുകൊണ്ട് നമുക്ക് എന്തായാലും വീട് സ്വന്തമായിട്ട് കിട്ടത്തൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഓൽക്കുള്ള ഷെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും. എന്നിട്ട് വീട് അവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് താമസിക്കാനോ? എന്താ സുലു നമുക്ക് പ്രാന്തായോ? ആ വീട് എത്ര കാലത്തിന്റെ കഷ്ടപ്പാടോണ്ട് ഞാൻ ഉണ്ടാക്കിയെന്നറിയോ? അമ്മേന്റെ ഒന്നും ഒരു പൈസ ഇല്ല ഇല്ലേ. എന്നിട്ട് ഓല അങ്ങനെയല്ലല്ലോ പറയുന്നത്. അത് എന്റെ ഒരു അബദ്ധം തന്നെയാണ്. അച്ഛൻ വീടുണ്ടാക്കാൻ വേണ്ടി തന്ന 25 സെന്റ് സ്ഥലമാണ് എന്റെ പേരിലേക്ക് ആക്കി തരാന്ന് അച്ഛൻ അന്നേ പറഞ്ഞതാ. അപ്പൊ ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. പോരാത്തതിന് എന്റെ പെങ്ങൾക്കും കൊടുക്കുന്നു അതുപോലെ തന്നെ വീടുണ്ടാക്കാൻ സ്ഥലം. ഓളവിടെ വീടൊന്നും ഉണ്ടാക്കിയില്ല, ഞാനാണ് ഇവിടെ വീടുണ്ടാക്കി. ഈ വീടിന്റെ മേളിൽ ഒരു ഉറുപ്പ്യ പോലും വേറെ ആരും പൈസ അല്ല, സ്ഥലം അച്ഛൻ്റെ ആണെന്ന് മാത്രം. അച്ഛൻ എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞല്ലേ. വീട് കൂടെ എഴുതാൻ പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പം തൊട്ട് തുടങ്ങിയതാണ് എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും അതിൽ അവകാശം പറയല്. ഓൾക്കും വേണം അതിലൊരു ഷെയർ എന്ന്. ഇതിപ്പം വീടിന്റെ എല്ലാ പൈസയും ഞാനല്ലേ ചിലവാക്കി. ഓർക്ക് എങ്ങനെ ഞാൻ അവകാശം കൊടുക്കുക? മാത്രമല്ല ഓക്ക് സ്വർണ്ണം ഒക്കെ കൊടുത്തിട്ടില്ലേ, അതിന് പുറമെ ഓക്ക് ഇതും വേണമെന്ന്. അമ്മേനെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മയൊക്കെ കൂട്ടി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഇത്ര അഹങ്കാരം. ഒക്കെ എന്താ പൈസ ഇല്ലാഞ്ഞിട്ടാ? അമേരിക്കയിൽ ഓൾക്ക് വീടും സ്ഥലവും ഒക്കെ അല്ലേ. പോരാത്തതിന് അളിയന് നല്ല ചുറ്റുപാടുണ്ട്. എന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഈ മുതൽമ കണ്ണു വെച്ച് നടക്കോളി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. ഇനിയിപ്പോ ഓരെന്റെ മേലിൽ കേസിന് പോയി കഴിഞ്ഞാൽ തുല്യമായിട്ട് വീതിക്കണമെന്ന് മാത്രമേ കോടതി പറയത്തുള്ളൂ. പണ്ട് അച്ഛൻ പറഞ്ഞതൊന്നും ഉള്ളതൊന്നും രേഖയാവൂല. അത് ശരിയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ വീട് എന്തായാലും അച്ഛനും അമ്മ എനിക്ക് തരാന്ന് പറഞ്ഞതാ. നിന്റെ പേരിലാണ് ഞാനും. അതുകൊണ്ട് നമുക്ക് ഇവിടെ സുഖമായിട്ട് താമസിച്ചൂടെ? പിന്നെ എന്തിനാ നമ്മൾ വെറുതെ ആ വീടിന്റെ പിറകെ പോയി ഇനിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓർക്ക് വേണമെങ്കിൽ ഓരെടുത്തിട്ട് നമ്മളെ ഷെയർ നമുക്ക് ഇങ്ങോട്ട് വാങ്ങാം. അതായിരിക്കും നല്ലത്. അങ്ങനെയൊന്നും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഞാൻ ആർക്കും വിട്ടു കൊടുക്കൂല എന്റെ സുലു. ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ ഇഷ്ടം പോലെ എന്താ ചായിക്കോളി. പിള്ളേർക്കൊക്കെ ഈ സ്ഥലം വീട് ഒത്തിരി ഇഷ്ടാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതൊക്കെ എനിക്കും ഇഷ്ടം. എന്നെഴുതിയിട്ട് എന്റെ വീട് വിട്ടുകൊടുത്തിട്ട് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് താമസിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അവിടെയും ഇവിടെയും ഒക്കെ മാറി മാറി നിൽക്കാലോ. അല്ല, മക്കളൊക്കെ എവിടെ? അവര് ബാൽക്കണിയിലുണ്ട്. അവിടുന്ന് കാഴ്ച കാണുക. മഴ പെയ്യുമ്പോ നല്ല ഭംഗിയാണല്ലോ ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കാഴ്ചയൊക്കെ കാണാന്. അപ്പൊ കുട്ടിയാണെ വലിയ ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം കിടത്തും ഒക്കെ അവിടെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഞാൻ തണുപ്പടിക്കും പനി പിടിക്കും റൂമിൽ കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടേ ഒറ്റയടിക്ക് ഒറ്റ കരച്ചില്ല. ഞാൻ തന്നെ പേടിച്ചു. ചക്കന് വലിയ വാശി ചെയ്യുന്നു. പെമ്പിള്ളയുടെ അതേ സ്വഭാവം തന്നെയാണ് കിട്ടിയത്. അത് പിന്നെ 24 മണിക്കൂർ അവരുടെ കൂടെ തന്നെയല്ലേ. നമ്മുടെ ഭാഗ്യത്തിനാ നമുക്ക് അവനെ പോലെ ഒരു മോനെ കിട്ടിയത് അല്ലേ ഏട്ടാ? അതെ അതെ, ഞാനും അത് എപ്പോഴും ഓർക്കും. നമ്മുടെ മക്കൾക്കും അവന് എന്തൊരു കാര്യ എന്നും അവരിങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്റെ അമ്മയ്ക്ക് അവന് ഒത്തിരി ഇഷ്ടമായി. അമ്മ അവനോട് വലിയ സ്നേഹമൊക്കെ കാണിച്ചപ്പേ അവൻ ചോദിക്കും അമ്മേനോട്, അമ്മമ്മയ്ക്ക് എന്നെ ഇഷ്ടമായല്ലോ, പിന്നെ എന്താ അച്ഛമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തേന്ന്. അവൻ അങ്ങനെ ചോദിച്ചോ? ചോദിച്ചു. കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും എല്ലാം മനസ്സിലാവും ഏട്ടാ. അമ്മ അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യാനാ? നമ്മൾ പറഞ്ഞിട്ടൊന്നും അമ്മ തിരുത്തത്തില്ല. നിനക്കറിയില്ലേ, പാറുവിനോടും പ്രിയനോടും പോലും അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല. ആകെ അമ്മയ്ക്ക് ഒരു സ്നേഹമുള്ള മിലിമോളോട് മാത്രം. അതൊക്കെ പോട്ടെ, ഏട്ടൻ വാ, വിശക്കുന്നില്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കാം. നീ നടക്ക്, ഞാനൊന്നേ മേലൊക്കെ കഴിക്കിട്ട് വരാം. അപ്പോഴത്തേക്ക് നീ ഭക്ഷണം എടുത്ത് വെക്ക്. ഇനിയിപ്പോ ഈ തണുപ്പത്ത് മേലെ ഇരിക്കണോ? ചൂടുള്ള ഉണ്ടല്ലോ, ഒരു സുഖല്ലേ? ശരി എന്നാ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഏട്ടൻ മേലെ ഇരിക്കുവാ. പിള്ളേരെ വിളിച്ചോ നീ. അല്ല, പ്രിയ അപ്പുകുട്ടനെ എവിടെ? അവരെ കൂടി വിളിക്ക്. വേഗം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാം. എന്തൊരു മഴയെ നോക്ക് പുറത്ത്. അവര് കൈ എഴുതാമേ, ഇപ്പൊ വരും. പുറത്ത് മഴയും ചൂടുള്ള ഭക്ഷണവും മഴ കണ്ടുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. എന്ത് രസമല്ലേ? ഒന്നും പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഭക്ഷണം കഴിപ്പും ഇങ്ങനെ കാഴ്ച കാണുന്നത് മാത്രമായിട്ട് നടന്നോ. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്കൂൾ തുറക്കും. സ്ഥിരമായിട്ട് വെള്ളത്തിലൊന്നും ആവൂല. അതുകൊണ്ടേ പഠിച്ചൊക്കെ മറന്നു പോകാൻ ഇടയ്ക്കെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം എന്റെ പാറുവോ. അമ്മയ്ക്ക് എപ്പോ നോക്കിയാലും പഠിക്കുന്നു. മനുഷ്യന്റെ മൂട് കളഞ്ഞല്ലോ അമ്മേ. സ്കൂളിൽ എത്ര കാലം കഴിഞ്ഞിട്ടമ്മേ ഈ മഴയൊക്കെ കഴിയണ്ടേ? സ്കൂളിന് ആദ്യം വെള്ളം ഇറങ്ങി പോണ്ടേ? അതുകൊണ്ടേ അപ്പൊ പഠിക്കാം സ്കൂൾ തുറക്കുമ്പോ. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ഫുഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കണ്ടേ? വിശക്കുന്നില്ല കുഞ്ഞിന്? ഹായ് അമ്മേ. അമ്മ എന്തെങ്കിലും ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നോ? അമ്മയ്ക്ക് അമ്മമ്മേനെ കണ്ട് പഠിച്ചുവിടുന്ന്. നിങ്ങൾ പറയുന്നേട്ടോ നിങ്ങൾ വീട്ടിൽ പട്ടിണിയാണെന്ന്. ഞാൻ ഒന്നും ഉണ്ടാക്കി തരാത്ത പോലെ. പിന്നെ അമ്മ എന്നൊരു ചോറും കറി ചപ്പാത്തി ഉണ്ടാക്കും. അത് തന്നെ. എന്തായാലും ഇരുന്ന് കഴിക്കാൻ നോക്ക് പിള്ളേരെ. നീ അപ്പുക്കുട്ടനെ എത്തൂല ചേറിൽ ഇരുന്നാല്. അവനെ ഈ ടേബിളിന്റെ മുകളിൽ തന്നെ വെച്ചോ. അപ്പൊ നീ ഇവിടെ ഇരുന്നോട്ടോ. ഇവിടെ മഴ കാണുന്നുണ്ടല്ലോ ചേച്ചി. നോക്കിയിരിക്കാതെ വേഗം കഴിക്കി. പുറത്ത് കണ്ടില്ലേ എന്ത് ജാതി മഴയാണ് പെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കറണ്ടൊക്കെ പോകും. നമ്മളെ സിറ്റി ഒന്നല്ല, നാട്ടിൻ പ്രദേശമാണ്. ഇവിടെ വേഗം കറണ്ട് പോകും. അതുകൊണ്ട് വേഗം കഴിച്ചാലേ വേഗം കടന്നു പറഞ്ഞ നമുക്ക്. അച്ഛനോട് അമ്മേ? അച്ഛൻ മേലേക്കാണ്. അച്ഛൻ ഇപ്പൊ വന്നോളൂ. നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോളി. അമ്മ കഴിക്കുന്നില്ലേ? നിങ്ങൾ കഴിച്ചോളി. അമ്മയോടെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. അയ്യോ അമ്മ കറണ്ട് പോയല്ലോ. എനിക്ക് കാറ്റും കാണാനുണ്ടായിരുന്നു. മക്കളെ ഇത് ഗ്രാമപ്രദേശ. അമ്മ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ചെറിയൊരു മഴ പെയ്താൽ തന്നെ കറണ്ട് പോകും. പ്രത്യേകിച്ച് രാത്രി സമയത്ത്. ഇനിയിപ്പോ നാളെ രാവിലെ റെഡി ആകത്തുള്ളൂ. അത് മാത്രം എനിക്ക് ഇവിടെ ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യം. എല്ലായിടത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും രാത്രിയായില്ലേ, നല്ല മഴയാ പുറത്ത്, നല്ല തണുപ്പുണ്ടല്ലോ. മക്കള് 3 പേരുടെ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചേച്ചി നമുക്ക് ഉറങ്ങാം. ഉറങ്ങുമ്പോ ചേച്ചി എനിക്ക് കഥ പറഞ്ഞു തരണം. നിനക്ക് പാറ ചേച്ചി കഥ പറഞ്ഞു തരുമല്ലോ. ഞാനും പറഞ്ഞുതരും അപ്പുകുട്ടന് കഥ. എന്നാ വേഗം വന്ന് കിടക്ക്. ഇവിടെ ഒരു ഇൻവെർട്ടർ വെക്കാൻ അമ്മമ്മേനോട് പറഞ്ഞൂടെ?
ഓ ഇവിടെ ആർക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ സ്ഥിരമായിട്ട് നിൽക്കാറില്ലല്ലോ. അമ്മമ്മയ്ക്കും അമ്മച്ചനൊന്നും അതിന്റെ ആവശ്യമില്ല. ഞാൻ പോയിട്ട് വേണേലേ ഒരു മെഴുകുതിരി എന്താ എടുത്തോണ്ട് വരാം. നമുക്ക് ഉറങ്ങുന്ന വരെ ഒന്ന് കത്തിച്ചെക്കാൻ. ആ തൽക്കാലം ഒരു മെഴുകുതിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലേ നിങ്ങളിതാ ഇവിടെ തട്ടി തടഞ്ഞ് വീഴണ്ട. ആ കട്ടിലേക്ക് കയറി കിടക്ക്. 2 കട്ടിലേ അടുപ്പിച്ചിട്ടതാട്ടോ. ഞാൻ പോയി മെഴുകുതിരി ഇട്ടോ നോക്കട്ടെ. വാ അപ്പു നമുക്ക് കിടക്കാം. ചേച്ചി എനിക്ക് ഇരുട്ടൊക്കെ കണ്ടിട്ടേ പേടിയാവുക. എന്തിന്? ചേച്ചിക്ക് ഓർമ്മയില്ലേ പണ്ട് നമ്മൾ അമ്മമ്മേന്റെ വീട്ടിൽ വരുന്ന സമയത്തെ ഇതിന്റെ അയൽപക്കക്കാരുണ്ടായിരുന്നില്ലേ? അവിടുത്തെ ഒരു സോന ചേച്ചി ഉണ്ടായിരുന്നില്ലേ? അവര് നമുക്കൊരു കഥ പറഞ്ഞില്ലേ, ഇനി ഇവിടെ ഒരു പ്രേതം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ. അതൊക്കെ അവര് ചുമ്മാ പറഞ്ഞായിരിക്കും പാറു. അല്ല അവിടെ ആരോ മരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു തന്നില്ലായിരുന്നോ? എനിക്കിപ്പോ അതൊക്കെ ഓർമ്മ വന്നിട്ട് പേടിയാവുക. വെറുതെ അതൊന്നും ഓർക്കണ്ട, ഞങ്ങളും കൂടെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ചേച്ചി പ്രേതം ശരിക്കുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം അപ്പുകുട്ടാ? അപ്പുകുട്ടിനെ അറിയാം. അമ്മേ മെഴുകുതിരി കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ഞാനേ ഇത് അവിടെ വെച്ചേക്കാം. ശരി അമ്മേ. അമ്മേ അമ്മ ഞങ്ങളെ കൂടെ കിടക്കുവോ? അതെന്തിനാ? ഇവക്ക് പേടിയാണമ്മേ. ആഹാ അത് ശരി. എന്തിനാ പേടിക്കുന്നത്? പേടിയൊന്നുമില്ല അമ്മ, വെറുതെ ചോദിച്ചതാ. അമ്മേ നല്ല ബ്ലാങ്കറ്റ് ഇട്ട് പുതപ്പിച്ച് തരാം. 3 പേരുടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കോട്ടോ. 3 പേരും കൂടി കച്ചിരൊന്നും കൂടാതെ വേഗം കണ്ണടച്ച് കിടന്നോട്ടോ. ഗുഡ് നൈറ്റ് അമ്മ. ശരി ശരി ഗുഡ് നൈറ്റ്. അയ്യോ അതെന്താ ശബ്ദം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി ഇവിടെ പ്രേതം ഉണ്ടെന്ന്.